ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ രാജ്യത്തെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാഫ് സല. യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യങ്ങളിൽ ലബനൻ തീരുമാനമെടുക്കുന്നുവെന്ന് കാണിക്കാൻ എല്ലാ സുരക്ഷാ സൈനിക നടപടികളും സ്വീകരിക്കണമെന്ന് സലാം പറഞ്ഞു. ഇസ്രയേലും ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിൽ 1 വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. 3 മാസത്തെ ശാന്തതയ്ക്ക് ശേഷം ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെ പുതിയ സംഘർഷം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ലബനനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള റോക്കറ്റ് ആക്രമണത്തെ ഇസ്രയേൽ വൻതോതിൽ വ്യോമാക്രമണങ്ങളും ഷെല്ലിങ്ങും നടത്തി ചെറുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ യുദ്ധത്തിന്റെ ഭീഷണി ഉയർത്തി ലബനൻ പ്രധാനമന്ത്രി രംഗത്തെത്തിയത്. ഗാസയിൽ അതിക്രമം തുടരുന്നതിനിടെ ലബനാനിലും ഇസ്രയേൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തുകയാണ്. ശനിയാഴ്ച ലബനാനിലെ 12ഓളം കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. 7 പേർ കൊല്ലപ്പെട്ടതായും 40 പേർക്ക് പരിക്കേറ്റതായും ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അടിയും തിരിച്ചടിയുമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വടക്കൻ ഇസ്രയേലിലെ ലബനാനിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിനു പിന്നാലെയായിരുന്നു ഈ നടപടി. എന്നാൽ റോക്കറ്റ് ആക്രമണവുമായി ബന്ധമില്ലെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. റോക്കറ്റ് ആക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ കണ്ടെത്താൻ വെടിനിർത്തൽ നിരീക്ഷണ സമിതിയോടും സൈന്യത്തോടും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരോടും ലബനാൻ പാർലമെന്റ് സ്പീക്കർ നബീഫ് ബെറി അഭ്യർത്ഥിച്ചു. അതിനിടെ ഗാസയിൽ വ്യോമാക്രമണം തുടരുകയാണ്. ഇന്നലെ മാത്രം 32 പേർ കൊല്ലപ്പെട്ടു. ഗാസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചതായി പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയുടെ അധികാരമൊഴിയാൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളുമായി വെടിനിർത്തൽ ചർച്ച തുടരുന്നതായും വെളിപ്പെടുത്തി. ട്രൂമാന് പുറമെ പുതിയതായി കാൽ വിൽസൺ യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കാനുള്ള അമേരിക്കൻ നീക്കവും ആശങ്കകൾക്കിടയാക്കി. തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഇസ്ലാമിക് ഗാർഡ്സ് നാവികസേനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരായ നീക്കത്തിൽ മാറ്റമില്ലെന്ന് യമനിലെ ഹൂതികളും അറിയിച്ചു. ഇന്നലെ രാത്രിയും യമനിലെ 5 അമേരിക്ക വ്യോമാക്രമണം നടത്തി. ബന്ദികളുടെ മോചനം ഉറപ്പാക്കാതെ ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ച നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി. ഇന്റലിജൻസ് വിഭാഗം മേധാവിയെ നീക്കാനുള്ള തീരുമാനവും ഇസ്രയേലിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് ഊർജ്ജം പകരുകയാണ്. അതുകൂടാതെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ബാക്കി ബന്ദികളെ കൂടി വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് ഭീഷണി മുഴക്കി ഇസ്രയേൽ രംഗത്തെത്തി. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചൊവ്വാഴ്ച വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഗാസയുടെ തെക്കൻ അതിർത്തി പ്രദേശമായ റഫയും ബെയ്റ്റ് ലാഹിയും വടക്കൻ ടൗണിൽ ലക്ഷ്യമാക്കിയാണ് ഇസ്രയേൽ സൈന്യം നീങ്ങിയത്. ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ ഉപരോധം ഏർപ്പെടുത്തിയതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഗാസയുടെ കൂടുതൽ അതിർത്തികൾ പിടിച്ചെടുക്കാൻ ഞാൻ സൈന്യത്തോട് പറഞ്ഞു. ബന്ദികളെ വിടാൻ ഹമാസ് തയ്യാറാകാതിരുന്നാൽ കൂടുതൽ അതിർത്തികൾ നഷ്ടമായേക്കും. അത് ഇസ്രയേലിനോട് കൂട്ടിച്ചേർത്തെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. അതേസമയം തുടർച്ചയായ ദിവസങ്ങളിൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ഇതുവരെ 590-ലധികം പലസ്തീനികളാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 49,617 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി 1,12,950 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിലും വ്യക്തമാക്കുന്നു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനീസിന് കീഴിലുള്ള അബാസൻ അൽ കബീറ പട്ടണത്തിലെ തകർന്നു വീണ അവശിഷ്ടങ്ങളിൽ നിന്ന് ഗാസയിലെ വീടുകളെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ഇസ്രയേലിന്റെ ആക്രമണം നടന്നത് എന്ന് പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫയും റിപ്പോർട്ട് ചെയ്തു. ബാനി സുഹയിലും അബാസൻ അൽ ഖബീറയിലും അൽ ഖുബാരിയിലെ അൽ മമൂറിലും റഫയ്ക്കടുത്തുള്ള മോസ്ബയിലും കുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.